സാധാരണയായി എല്ലായിടത്തും പറയാറുള്ളതും ഇവിടെ സൂചിപ്പിച്ചു പോയതുമായ ഒന്നാണ് ഈ വഹാബികൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? നജ്ദിലെ ശൈത്താന്റെ കൊമ്പ് മുളക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞ ആ നാട്ടിലെ ആളുടെ അനുയായികളാണ് വഹാബികൾ. ആദ്യം മനസ്സിലാക്കി, ഞങ്ങള് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വ്യക്തി ഞങ്ങളുടെ ഒരു ആത്മീയ നേതാവാണ് എന്നോ അദ്ദേഹം എന്തു പറഞ്ഞോ അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ച് ഒപ്പം കൂടുന്നു എന്നോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയതാ. ആ വ്യക്തിയോടുള്ള നിങ്ങൾക്കൊരു എതിർപ്പുണ്ട്. കാരണം മക്ക രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ തുർക്കികളുടെ ഉസ്മാനിയാക്കളുടെ ഭരണം നടന്നിരുന്ന കാലഘട്ടത്തിൽ അവിടെ ആരാധിക്കപ്പെട്ട ഖബറുകളുണ്ടായിരുന്നു. അതെല്ലാം പിൽക്കാലത്ത് പൊളിക്കപ്പെട്ടു. ഇസ്ലാമിന്റെ തൗഹീദ് അവിടെ വന്നപ്പോ അതൊരു സത്യം തന്നെയാ. അതിന്റെ പേരിൽ നിങ്ങൾക്ക് പലരോടും വെറുപ്പുണ്ട്. അപ്പോ ആ വെറുപ്പ് ഇന്ന് പല ആളുകളിലും നിങ്ങൾ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു പല ഭാഷകളിലൂടെ. ഇവിടെ കാര്യം മനസ്സിലാക്കാണ്ട് ഇവരൊക്കെ പറയാറുള്ള കാര്യമാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരാ? നജ്ദിൽ ജനിച്ച ശൈത്താന്റെ കൊമ്പാണ്. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നാ. ഇതും വിവരമില്ലായ്മയാണ്, വിവരക്കേട് കൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നജ്ദിൽ ജനിച്ച പിശാചിന്റെ കൊമ്പാണ്, ആ വഹാബിന്റെ മുഹമ്മദിന്റെ അനുയായികളാണ് വഹാബികൾ എന്ന് പല ആളുകളും പ്രചരിപ്പിക്കുന്നു. സത്യം എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാർ മനസ്സിലാക്കുക. എന്താ അവിടെ നജ്ദ് എന്ന് പറഞ്ഞ? ഈ വന്ന് പ്രസംഗിക്കുന്ന ആളുകൾക്ക് നജ്ദും അറിയില്ല, ശൈത്താന്റെ കൊമ്പും അറിയില്ല, അവർക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബികളുമായി കൂടിയിരിക്കുമ്പോ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് യമനിന് വേണ്ടി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമൻ, ഷാമിന് വേണ്ടി പ്രാർത്ഥിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പലതിനും വേണ്ടി പ്രാർത്ഥിച്ചപ്പോ സഹാബികൾ പറഞ്ഞു, പ്രവാചകരെ നജ്ദിനും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നജ്ദിന് ഞാൻ പ്രാർത്ഥിക്കൂല. കാരണം എന്താണ്? അവിടെയാണ് ജൽജലകളുള്ളത്, അവിടെയാണ് പിശാചിനെ കൊമ്പുതിക്കുന്നത്. നജ്ദ് എന്ന് പറഞ്ഞ ഇന്ന് സൗദി അറേബ്യയിൽ റിയാദ് ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗങ്ങൾക്കാണ് നജ്ദ് എന്ന് പറയാം. മക്ക മദീന ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾക്ക് അന്ന് ഹിജാസി എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ ഏതാണ് ഈ നജ്ദ്? ഒരു നജ്ദ് സൗദി അറേബ്യയുള്ള നജ്ദ്. പ്രവാചകൻ പറഞ്ഞ നജ്ദ് ഏതാ? ഇതൊന്നും അറിയാതെയാണ് അന്ധമായി, ഞാൻ പറഞ്ഞല്ലോ മുജാഹിദുകളെ അങ്ങോട്ട് അമർത്തി വെക്കണം. അതിനെന്താ പണി? എന്ത് കളവ് പറഞ്ഞാലും കുഴപ്പമില്ല, അറിയാത്തത് വിളിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല, അതെല്ലാം കേട്ടു നിൽക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യും എന്ന ധാരണയോട് കൂടിയാണ് ഇവരത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഏതാ സഹോദരന്മാർ ഈ നജ്ദ്? പ്രവാചകൻ പറഞ്ഞു, അവിടെ ജൽജലകൾ ഉണ്ടാകും, അവിടെ ഫിത്നകൾ ഉണ്ടാകും, അവിടെ പിശാചിനെ കൊമ്പുതിക്കും. ഏതായി നജ്ദ്? ഇത് വിശദീകരിക്കേണ്ടത് ഞാനല്ല, നിങ്ങളല്ല, മറിച്ച് ഈ ഹദീസ് കണ്ട് പഠിച്ച പണ്ഡിതന്മാർ അവരത് വിശദീകരിക്കട്ടെ. ഫത്ഹുൽ ബാരിയിൽ കാണാം, ഖാല ഇബ്നു അബ്ദുൽ ബർ അൽ ഇറാഖ്. ഈ നജ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇറാഖ് എന്ന പ്രദേശമാണ്. ഇറാഖ് എവിടെ? സൗദി അറേബ്യയിലല്ല. സൗദി അറേബ്യയിൽ നജ്ദ് എന്ന പേരുള്ള സ്ഥലമുണ്ട്, ശരിയാണ്. ആ നജ്ദ് അല്ല ഇവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചത്, മറിച്ച് അത് ഇറാഖാണ്. ഇത് കേട്ടോ, ഫഅഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അൻ ഇഖ്ബാലിൽ ഫിത്നി മിൻ നാഹിയത്തിൽ മശ്രിഖി, കിഴക്ക് ഭാഗത്ത് നിന്ന് ഫിത്നകൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വകദാലിക അക്സറുൽ ഫിത്നതി മിനൽ മശ്രിഖി ഇൻ ബഅസ, പ്രവാചകൻ പറഞ്ഞതുപോലെ അധിക ഫിത്നകളും ഉണ്ടായത് കിഴക്ക് ഭാഗത്ത് നിന്നാണ്. വബിഹാ കാനത് നഹ്വൽ ജമൽ, അവിടെയാണ് ജമൽ യുദ്ധം ഉണ്ടായത്. വസിഫീൻ, സിഫീൻ യുദ്ധമുണ്ടായത്. വഖത്തുൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു കൊലപാതകം നടന്നത്. വഗൈറു ദാലിക മിനൽ മത്ലൂബി ദിക്റുഹു, പറയപ്പെടാവുന്ന പലതും നടന്നത് ഈ കിഴക്ക് ഭാഗത്താണ്. മിമ്മാ കാന ബഅദ ദാലിക മിനൽ ഫിത്നി ബിൽ ഇറാഖ് വഖുറാസാൻ ഇലൽ യൗം, ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഈ ശൈഖ് അത് എഴുതുന്ന കാലഘട്ടം വരെ ഖുറാസാൻ, ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഫിത്നകളും അന്ന് പ്രവാചകൻ പറഞ്ഞതാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നജ്ദ് ഏതാ? അതാകുന്നു ഇറാഖ്. അത് ഈ നജ്ദ് അല്ല. ഇത് നോക്കൂ നിങ്ങൾ, മറ്റൊരു പണ്ഡിതൻ കിർമാനി,
ഫതുഹുൽ ബാരിക്ക് ഇബ്നു ഹജറിനെ പോലെ വിശദീകരണം എഴുതിയ മറ്റൊരു പണ്ഡിതനാണ് കിർമാനി. ആ കിർമാനി പറയുന്നു, അദ്ദേഹത്തിന്റെ ശറഹുൽ ബുഖാരി ഉണ്ട്, 24-ാം വാല്യം 168-ാമത്തെ പേജിൽ പറയുകയാണ്, ഒമൻ കാന ബിൽ മദീനത്തി ത്വയ്യിബ, ഒരു വ്യക്തി മദീനയിലാണെങ്കിൽ കാന നജ്ദ്, ആ വ്യക്തിയുടെ നജ്ദ് ബാദിയത്തുൽ ഇറാഖ്, അത് ഇറാഖിന്റെ പ്രദേശങ്ങളാണ്, വഹിയ മശ്രിഖു അഹ്ലിഹാ, അത് മദീനക്കാരുടെ കിഴക്ക് ഭാഗത്താണ്. അതുകൊണ്ടാണ് റസൂൽ നജ്ദ് എന്ന് പറഞ്ഞിട്ട് കിഴക്കോട്ട് ചൂണ്ടിക്കാണിച്ചത്. അത് ഇന്ന് റിയാദ് ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ച ദിർഇയ്യ ഉൾക്കൊള്ളുന്ന ആ നജ്ദിയൻ പ്രദേശങ്ങളല്ല. അവ ഫിത്നകൾ പുറപ്പെടുന്ന, കലഹങ്ങൾ ഉണ്ടാകുന്ന, ഒരുപാട് സംഭവ ബഹുലമായ ചരിത്രങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ആ നജ്ദ് ഏതാണ് എന്ന്, ഈ നജ്ദ് ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിന്റെ ശറഹ് എന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളാണ് ഇവിടെ വന്നുകൊണ്ട് കളവ് പറയുന്നത്. അതൊക്കെ സൂക്ഷിക്കണം. അള്ളാന്റെ കോടതി ഉണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോരല്ലോ. ഇനി ആ വർത്തമാനം പറയരുത്, നജ്ദിലെ ശൈത്താന്റെ കൊമ്പ് അത് ഈ നജ്ദ് അല്ല. ഇത് നോക്കൂ നിങ്ങൾ, ഇമാം ഖത്താബി പറയാണ്, നജ്ദ് മിൻ ജിഹത്തിൽ മശ്രിഖി വമൻ കാന ബിൽ മദീനതി കാന നജ്ദുഹു ബാദിയത്തുൽ ഇറാഖ് വനവാഹിഹാ വഹിയ മശ്രിഖു അഹ്ലിഹാ, മദീനക്കാരുടെ കിഴക്ക് ഭാഗത്തുള്ള ഇറാഖ് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നജ്ദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ നജ്ദ്. പിന്നെ ഇനി മുജാഹിദുകൾ അതിന്റെ പിൻഗാമികളാണ്, അല്ലെങ്കിൽ ശൈത്താന്റെ കൊമ്പിന്റെ ആളുകളാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് ഈ നാട്ടുകാരായ സാധാരണക്കാര് മനസ്സിലാക്കുക.